ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ രണ്ടാം പ്രതി മുരാരി ബാബുവിന്റെ വീട്ടിൽ നിന്ന് നിർണായക രേഖകൾ കണ്ടെത്തി SIT. സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ട രേഖകളാണ് കണ്ടെത്തിയത്. 2019-ൽ പെരുന്നയിൽ വീട് നിർമ്മിച്ചതിനെക്കുറിച്ചും SIT അന്വേഷിക്കും. വീട്ടിലേക്ക് ആവശ്യമായ തേക്കുതടികൾ എത്തിച്ചത് ക്ഷേത്രാവശ്യങ്ങൾക്ക് എന്ന പേരിലാണെന്നും SITക്ക് വിവരം ലഭിച്ചിട്ടുണ്ട്. മുരാരി ബാബുവിനെ ചോദ്യം ചെയ്തതിൽ നിന്ന് ലഭിച്ച സൂചനകളുടെ അടിസ്ഥാനത്തിലായിരുന്നു 4 മണിക്കൂറോളം നീണ്ട പരിശോധന. 29-ന് കസ്റ്റഡിയിൽ വാങ്ങി മുരാരി ബാബുവിനെ വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് നടത്താനാണ് ആലോചന. പെരുന്നയിൽ കോടികൾ ചെലവിട്ട് മുരാരി ബാബു നിർമ്മിച്ച വീടിന്റെ സാമ്പത്തിക സ്രോതസ് സംബന്ധിച്ച് അന്വേഷണം നടത്തും. വീട്ടിലേക്ക് ആവശ്യമായ തേക്ക് തടികൾ എത്തിച്ചത് ക്ഷേത്രാവശ്യങ്ങൾക്ക് എന്ന പേരിലെന്നാണ് SITക്ക് ലഭിച്ച വിവരം. വീടിന് മാത്രം 2 കോടി രൂപ ചെലവിട്ടു എന്നാണ് കണക്കാക്കുന്നത്. തടി ഉരുപ്പടികൾ ഉൾപ്പെടെ മുന്തിയ ഇനം സാധനങ്ങൾ മാത്രമാണ് നിർമ്മാണത്തിന് ഉപയോഗിച്ചിരിക്കുന്നത്. ശബരിമലയിൽ നിന്ന് സ്വർണ്ണപ്പാളി കടത്തിയതും വീട് നിർമ്മിച്ചതും ഒരേ കാലയളവിലാണ്. കഴിഞ്ഞ ദിവസം മുരാരി ബാബുവിനെ കസ്റ്റഡിയിലെടുത്തതും പെരുന്നയിലെ ഇതേ വീട്ടിൽ നിന്നായിരുന്നു. മഹസറിൽ ചെമ്പുപാളി എന്ന് രേഖപ്പെടുത്തിയത് അന്നത്തെ പ്രസിഡന്റ് A. പത്മകുമാറും ദേവസ്വം കമ്മീഷണർ N. വാസുവും കണ്ടിരുന്നു എന്നാണ് മുരാരി ബാബുവിന്റെ മൊഴി. ഇത് സംബന്ധിച്ച് ദേവസ്വം ബോർഡിലെ മറ്റ് ജീവനക്കാരുടെ മൊഴിയെടുപ്പും ഇന്നുണ്ടാകും. അതേസമയം ശബരിമലയിലെ സ്വർണ്ണക്കൊളയുമായി ബന്ധപ്പെട്ട് ആറന്മുളയിലെ സ്ട്രോങ് റൂമിൽ പരിശോധന നടത്തി. ഹൈക്കോടതി നിയമിച്ച അമിക്കസ് ക്യൂറി ജസ്റ്റിസ് KT ശങ്കരന്റെ നേതൃത്വത്തിലായിരുന്നു പരിശോധന. 24 കോട്ടയം, തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.